ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ്, കറിയൊന്നും ആവശ്യമില്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പകുതി സവാള എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, ചെറിയൊരു പീസ് മാത്രം മതിയാവും. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം നമ്മൾ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പെരുംജീരകമില്ലേ, അതാട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, 1 കപ്പ് വെള്ളം മാത്രം കേട്ടോ ഇപ്പോൾ ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയിട്ടെടുക്കാം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിക്കോളും. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. നല്ല ലൂസായി പോകേണ്ട, വെള്ളത്തിൻ്റെ അളവൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളിത് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ലൂസാകാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിൽ ഉണ്ടാകാനും പാടില്ല കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1 ടീസ്പൂണോളം ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതാ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളതിലേക്ക് മീഡിയം സൈസുള്ളൊരു സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ചെറിയൊരു തക്കാളിയും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വഴറ്റി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഈ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ മാവിൽ ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ ആവശ്യമുള്ള മാത്രം ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു മസാലക്ക് വേണ്ടുന്ന മാത്രം ചേർത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കുഞ്ഞി മസാലയൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്താട്ടോ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു അരവിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയേ. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് ആറി കിട്ടുന്നത് വരെ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗമൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് വെന്ത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് സമയം വെക്കേണ്ട, അടിഭാഗം കരിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിനങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് മുരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി മൂത്ത് തുടങ്ങട്ടെ. അപ്പോൾ ഇത് ആ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതുപോലൊന്ന് തൊട്ട് നോക്കാം. ആ ഒരു സമയത്ത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തൊക്കെ സിമ്പിളായിട്ട് രാവിലെയൊക്കെ കറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാനും ലഞ്ച് ബോക്സിനും കൊടുക്കാനും പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.